ഡെങ്കിപ്പനി വ്യാപിപ്പിക്കുന്ന കൊതുകുകളെല്ലാം വനിതകൾ. കൊതുകുജന്യ പകർച്ചവ്യാധികളായ മലേറിയ, ഫൈലേറിയ, മഞ്ഞപ്പനി, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, സിക്ക എന്നീ രോഗങ്ങളുടെ പരിയന ഹേതുക്കളായ കൊതുകുകളെല്ലാം വനിതാ വിഭാഗത്തിൽപ്പെട്ടവർ. പുരുഷ മേധാവിത്വം, ഗാർഹിക പീഡനം. ദേശീയ കുടുംബാരോഗ്യ സർവേ പ്രകാരം ഇന്ത്യയിൽ വിവാഹിതരായ സ്ത്രീകളിൽ 32% ഗാർഹിക പീഡനം അനുഭവിക്കുന്നു. ലിംഗസമത്വം, സ്ത്രീസ്വത്വം എന്നിവയെപ്പറ്റി ഘോരഘോരമായി പ്രസംഗിക്കുന്ന ഫെമിനിസ്റ്റുകൾ ധാരാളമുള്ള സമകാലീന കാലഘട്ടത്തിൽ ജന്തുശാസ്ത്രത്തിൽ ഉൾപ്പെടുന്ന പല ജീവികളിലും കാണുന്നത് സ്ത്രീ മേധാവിത്വമാണ്. മനുഷ്യന്റെ ഉൽപ്പത്തിയിലും സ്വഭാവത്തിലും പരിണാമങ്ങൾ സംഭവിച്ചപ്പോൾ സ്ത്രീ മേധാവിത്വം പുരുഷ മേധാവിത്വമായി മാറിയതെങ്ങനെയെന്ന് നരവംശാസ്ത്രജ്ഞന്മാർ ഗവേഷണം നടത്തട്ടെ. കൊതുകുകളിലും എൻറ്റമോളജി, വിരകളിലും ഹെൽമന്തോളജി, തേനീച്ചകളിലും മെല്ലിറ്റോളജി ഈ സ്ത്രീ മേധാവിത്വം കാണാം. ചെറിയ ജീവികളുടെ ജീവിത രീതി പരിശോധിച്ചു നോക്കിയാൽ പുരുഷവർഗം വെറും അടിമകളാണെന്നും മറ്റുള്ളവരെ ഉപദ്രവിക്കാനുള്ള കഴിവും കരുത്തും വനിതാവർഗത്തിന് തന്നെയാണെന്ന് തെളിയും. തേനീച്ച വർഗത്തിൽപ്പെട്ട ഡ്രോൺസിന് മാത്രമേ റാണി ഈച്ചയുമായി ലൈംഗിക വീഴ്ചയ്ക്ക് സാധിക്കൂ. ആ പ്രക്രിയ കഴിഞ്ഞാൽ ഡ്രോൺസ് മരിക്കുന്നു. തൊഴിലാളി വർഗത്തിൽപ്പെട്ട തേനീച്ചകൾ, അതായത് വർക്കേഴ്സ്, റാണിയെ സംരക്ഷിക്കാൻ മാത്രം ജനിച്ച നപുംസകരാണിവർ. റാണി ഈച്ച 2-3 വർഷം ജീവിക്കുമ്പോൾ തൊഴിലാളി വർഗത്തിന്റെ ആയുർദൈർഘ്യം 6 ആഴ്ചയാണ്. മലേറിയ വ്യാപിപ്പിക്കുന്ന അനോഫിലസ്, ഫൈലേറിയ പരത്തുന്ന ക്യൂലെക്സ്, ഡെങ്കിപ്പനി വ്യാപിപ്പിക്കുന്ന ഈഡ്സ് എന്നീ കൊതുകുകൾ വനിതാ വർഗത്തിൽപ്പെട്ടവർ മാത്രം. കരിമ്പനി പരത്തുന്ന ഈച്ചകൾ, ലേഡി ഫ്ലൈ, ആഫ്രിക്കയിൽ ധാരാളമായി കണ്ടുവന്നിരുന്ന ഗിനി പുഴുക്കൾ, ഗിനി മൂലമുള്ള രോഗം, മാംസപേശികളിൽ വേദനയും നീരും വീക്കവും വരുത്തുന്ന ട്രിച്ചിനെല്ല രോഗം എല്ലാ വനിതാ വിഭാഗക്കാർ തന്നെ. ഒരു ഗിനി പുഴുവിന്റെ നീളം 40 മുതൽ 50 മീറ്റർ വരെ വരും. ത്വക്ക് തുളച്ച് പുറത്തേക്ക് വരുന്ന ഈ പുഴുക്കൾ വേദനയും കാലിൽ വിട്ടുമാറാത്ത വ്രണങ്ങളും ഉണ്ടാക്കുന്നു. ട്രിച്ചിനെല്ല വർഗത്തിൽപ്പെട്ട പുരുഷ പുഴുക്കളും ലൈംഗിക വീഴ്ച കഴിഞ്ഞാൽ മരണമടയുന്നു. മശകശാസ്ത്രം വിശകലനം ചെയ്യുമ്പോൾ കൊതുകുകളെ നശിപ്പിക്കാൻ വേണ്ടി മനുഷ്യൻ നടത്തുന്ന പല പ്രക്രിയകളെയും തോൽപ്പിച്ച് കൊതുകുകൾ വളർന്നു പെരുകുന്നതായി കാണാം. വർദ്ധിച്ചു വരുന്ന ഡെങ്കിപ്പനി കേരളത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ കൂടുതലാണെന്ന് റിപ്പോർട്ടുകൾ. ആമിഴഞ്ചൻ തോടിനും പാർവതി പുത്തനാറിനും ഇടയിലാണിത്. പ്രതിവർഷം 100 പേർ ഡെങ്കിപ്പനി മൂലം കേരളത്തിൽ മരിക്കുന്നു. ഡെങ്കിപ്പനിയുടെ കാരണഭൂതരായ വൈറസുകൾ 4 തരമുണ്ടെന്നും വൈറസിനെ കൊല്ലുവാനുള്ള മരുന്നുകൾ കണ്ടുപിടിച്ചിട്ടില്ലാത്ത കാരണം ഡെങ്കിപ്പനിയുടെ പ്രത്യാഘാതങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുമുള്ള ഉപാധികൾ എന്തൊക്കെയാണെന്നും കേരളീയർ ബോധവാന്മാരാണ്. രക്തത്തിലെ പ്ലേറ്റ്ലെറ്റ്സ് കുറഞ്ഞുണ്ടാകുന്ന രക്തസ്രാവം മൂലവും രക്തസമ്മർദ്ദം കുറഞ്ഞ് ഷോക്ക് ഉണ്ടാകുന്നത് കൊണ്ടുമുള്ള മരണം സംഭവിക്കുന്നു. ഡെങ്കിപ്പനിയുള്ളവർക്ക് അസഹ്യമായ ശരീരവേദന ഉണ്ടാകുന്നതുകൊണ്ട് ഈ പനിയെ ബ്രേക്ക്ഡ് ബോൺ ഫീവർ എന്നും പറയുന്നു. ഡെങ്കിപ്പനിക്ക് വാക്സിനേഷൻ ഉണ്ടെങ്കിലും അത് പ്രചാരത്തിലായിട്ടില്ല. ഡെങ്കിപ്പനിയുടെ വ്യാപക ഹേതുവായ കൊതുവിന്റെ പേര് ഈഡ്സ് ഈജിപ്റ്റേ എന്നാണ്. യൂറോപ്യൻ രാജ്യങ്ങളിലെ രോഗികളിൽ ഡെങ്കിപ്പനി പരത്തുന്നത് മറ്റൊരു തരം കൊതുകുകളാണ്. ടൈഗർ മോസ്കിറ്റോ എന്നറിയപ്പെടുന്ന ഈഡ്സ് ആൽബോപിക്കറ്റ്സ് ആണിത്. കാടുകളിൽ സാധാരണ ഈ തരം കൊതുകുകളെ കാണുന്നതിനാൽ ടൈഗർ മോസ്കിറ്റോസിനെ ഫോറസ്റ്റ് മോസ്കിറ്റോസ് എന്നും പറയും. ഈസിഡ് കൊതുകുകൾക്ക് പ്രത്യേകതകളുണ്ട്. അവരുടെ വംശം നിലനിർത്തുവാൻ വേണ്ടിയുള്ള സ്വഭാവവിശേഷണങ്ങളാണിവ. മനുഷ്യരക്തം കുടിച്ചാലേ ഇവർക്ക് മുട്ടയിടുവാൻ സാധിക്കുകയുള്ളൂ. 3 ആഴ്ച മാത്രം ആയുർദൈർഘ്യമുള്ള ഈ കൊതുകുകളുടെ മുട്ടകൾക്ക് 6 മുതൽ 8 മാസം വരെ ജീവനുണ്ടാകും. പകൽ സമയത്താണ് മനുഷ്യരെ സാധാരണ കടിക്കുന്നത്. കാൽപാദത്തിൽ കൊതുക് കടിക്കുന്നത് അറിയുകയുമില്ല. മനുഷ്യർ വസിക്കുന്ന മുറികളിലും സമീപ സ്ഥലങ്ങളിലും ഇവ ജീവിക്കുന്നു. ഉഷ്ണമേഖലയിലും സമശീതോഷ്ണ മേഖലകളിലുമാണ് കൂടുതലായി ഇത്തരം കൊതുകുകളെ കാണുന്നത്. ഇവർക്ക് മുട്ടയിടാൻ 1 ഔൺസ് വെള്ളം പോലും ആവശ്യമില്ല. 1943 ജപ്പാനിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത ഡെങ്കിപ്പനി പ്രതിവർഷം 6 ദശലക്ഷം പേരെയെങ്കിലും ആഗോളപരമായി ബാധിക്കുന്നുവെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ കണക്ക്. വ്യക്തി ശുചിത്വം, പരിസര ശുചിത്വം, ശാസ്ത്രീയ രീതിയിലുള്ള മാലിന്യ സംസ്കരണം, ശുദ്ധജല വിതരണം, നിവാരണ മരുന്നുകളുടെ സ്പ്രേ എന്നിവയാണ് കൊതുക് നിവാരണ മാർഗ്ഗങ്ങൾ. ഇതെല്ലാം അറിയാവുന്ന കേരളത്തിലെ പ്രബുദ്ധ ജനങ്ങൾ താമസിക്കുന്ന പ്രദേശങ്ങളിലെ ഓടകളും തോടുകളും നദികളും ഹൈവേകളും കോളനി പരിസരങ്ങളും പരിശോധിച്ചാൽ കൊതുകിനോട് വളരെ വാത്സല്യമുള്ളവരാണ് കേരള ജനത എന്ന് മനസ്സിലാക്കാൻ പ്രയാസമില്ല. ഗവൺമെന്റ് റിപ്പോർട്ടുകൾ പരിശോധിച്ചാൽ ഡെങ്കിപ്പനി കഴിഞ്ഞ വർഷം മുമ്പുള്ളതിനേക്കാൾ 3 ഇരട്ടി വർദ്ധിച്ചിട്ടുണ്ടെന്നും കാണാം. എല്ലാത്തരം കൊതുകുകളുടെയും പ്രഭവ കേന്ദ്രം ആഫ്രിക്കയിലാണെന്നാണ് വിശ്വസിക്കുന്നത്. അടിമ വ്യാപാരം വളരെ പ്രചാരമായിരുന്ന കാലത്ത് കപ്പലുകൾ വഴിയും മറ്റു രാജ്യങ്ങളിലേക്ക് പ്രവേശിച്ച് അടിമകളെ കൊണ്ടുപോയ കപ്പലുകളിലൊന്നും വ്യക്തിശുദ്ധമോ പരിസര ശുദ്ധമോ ഉണ്ടായിരുന്നില്ലല്ലോ. കൊതുക് നശീകരണ ദ്രാവകങ്ങൾ ദിവസവും വീട്ടുപരിസരങ്ങളിൽ ഉപയോഗിച്ചാൽ തന്നെ വീടിനകത്ത് താമസിക്കുന്ന കൊതുകുകളെ താമസക്കാർ ശ്രദ്ധിച്ചില്ലെങ്കിൽ നശിപ്പിക്കാൻ സാധിക്കുകയുമില്ല. ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തെ പരിസര ശുദ്ധ കാര്യങ്ങളിൽ ദൈവം പോലും മറന്നതായിട്ടാണ് തോന്നുന്നത്. ഒരുപക്ഷെ ദൈവം കൊതുകുകളുടെ പക്ഷത്തായിരിക്കും.